सदिति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे कर्मसन्न्यासयोगो नाम पञ्चमोऽध्यायः। अथ षष्ठोऽध्यायः। श्रीभगवानुवाच अनाश्रितः कर्मफलं कार्यं कर्म करोति यः स सन्न्यासी च योगी च न निरग्निः न चाक्रियः। ശ്രീ ഭഗവാൻ പറഞ്ഞു, കർമ്മത്തിന്റെ ഫലത്തിൽ ആസക്തിയില്ലാതെ ധാർമ്മിക ബാധ്യതയെന്ന നിലയിൽ കർമ്മം ചെയ്യുന്ന ആളാണ് സന്യാസി. അയാളാണ് യഥാർത്ഥ യോഗിയും. അല്ലാതെ അഗ്നിഹോത്രം ഉപേക്ഷിച്ചവനോ കടമ നിർവഹിക്കാത്തവനോ അല്ല. യം സന്യാസമിതി പ്രാഹുഃ യോഗം തം വിദ്ധി പാണ്ഡവ ന ഹ്യസന്യസ്തസങ്കൽപോ യോഗീ ഭവതി കശ്ചന. പരിത്യാഗമെന്ന് പറയുന്നത് യോഗം തന്നെയാണെന്ന് നീ അറിയണം. യോഗമെന്നാൽ പരമപുരുഷനുമായി ബന്ധം സ്ഥാപിക്കുകയെന്നതാണ്. പാണ്ഡുപുത്ര, ഇന്ദ്രിയ സുഖങ്ങളിലുള്ള തൃഷ്ണയുപേക്ഷിക്കാതെ ആർക്കും ഒരിക്കലും യോഗിയാവാനാവില്ല. ആരുരുക്ഷോഃ മുനേര്യോഗം കർമ്മ കാരണം ഉച്യത്തെ യോഗാരൂഢസ്യ തസ്യൈവ ശമഃ കാരണം ഉച്യത്തെ. അഷ്ടാംഗയോഗ പദ്ധതിയിൽ പ്രാരംഭകനായ സാധകന് കർമ്മമത്രേ മാർഗം. യോഗസിദ്ധിയാൽ ഉയർന്നവനാകട്ടെ എല്ലാ ഭൗതിക പ്രവർത്തനങ്ങളുടെയും നിരോധനമാണ് ഉപായം. യദാ ഹി നേന്ദ്രിയാർത്ഥേഷു ന കർമ്മസ്വനുഷജ്യത്തെ സർവസങ്കൽപ സന്യാസി യോഗാരൂഢഃ തദോച്യത്തെ. ഭൗതിക തൃഷ്ണകളെല്ലാം ത്യജിച്ച് ഇന്ദ്രിയ സുഖങ്ങൾക്കു വേണ്ടിയോ ഫലമുദ്ദേശിച്ചോ യാതൊന്നും പ്രവർത്തിക്കാത്ത ആളെ യോഗാരൂഢനെന്ന് പറയാം. ഉദ്ധരേത് ആത്മനാത്മാനം നാത്മാനം അവസാദയേത് ആത്മൈവ ഹി ആത്മനോ ബന്ധുഃ ആത്മൈവ നിപുരാത്മനഃ. മനുഷ്യൻ മനസ്സിന്റെ സഹായത്തോടെ സ്വയം ഉദ്ധരിക്കണം, അധപ്പതിക്കരുത്. ബദ്ധനായ ആത്മാവിന് തന്റെ മനസ്സത്രേ ബന്ധു, അത് തന്നെയാണ് ശത്രുവും. ബന്ധുരാത്മാ ആത്മനസ്തസ്യ യേനാത്മൈവ ആത്മനാ ജിതഃ അനാത്മനസ്തു ശത്രുത്വേ വർത്തേതാത്മൈവ ശത്രുവത്. മനസ്സിനെ ജയിച്ചവന് മനസ്സ് തന്നെയാണ് ഉറ്റ സുഹൃത്ത്. അതിന് കഴിയാത്തവനാകട്ടെ മനസ്സ് പരമശത്രുവുമായിരിക്കും. ജിതാത്മനഃ പ്രശാന്തസ്യ പരമാത്മാ സമാഹിതഃ ശീതോഷ്ണ സുഖ ദുഃഖേ
തഥാ മാനാപമാനയോഗോ. മനസ്സിനെ കീഴടക്കിയവൻ ശാന്തി നേടുകയാൽ പരമാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള ആൾക്ക് തണുപ്പും ചൂടും സുഖവും ദുഃഖവും മാനവും അപമാനവുമെല്ലാം ഒന്നുപോലെ തന്നെ. ജ്ഞാന വിജ്ഞാന തൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയഃ യുക്ത ഇത്യുച്യത്തെ യോഗി സമലോഷ്ടാശ്മകാഞ്ചനഃ. ജ്ഞാനം കൊണ്ടും സാക്ഷാത്കാരം കൊണ്ടും തികച്ചും സംതൃപ്തനായ ഒരാളെ ആത്മസാക്ഷാത്കാര നിഷ്ഠനായ യോഗി എന്ന് പറയാം. ആത്മസംയമിയായ അയാൾ അഭൗതികതയിൽ സ്ഥിതി ചെയ്യുന്നു. അയാളുടെ ദൃഷ്ടിയിൽ കല്ലും മണ്ണും സ്വർണവും ഒന്നുപോലെ തന്നെ. സുഹൃന്മിത്രാര്യുദാസീന മധ്യസ്ഥ ദ്വേഷ്യ ബന്ധുഷു സാധുഷ്വപി ച പാപേഷു സമബുദ്ധിഃ വിശിഷ്യത്തെ. സ്വന്തം സുഹൃത്തുക്കൾ, ഗുണകാംക്ഷികൾ, ശത്രുക്കൾ, ഉദാസീനന്മാർ, ഈർഷ്യാലുക്കൾ, ബന്ധുക്കൾ, സജ്ജനങ്ങൾ, പാപികൾ എന്നിവരെയെല്ലാം സമഭാവനയോടെ വീക്ഷിക്കുന്നവൻ അല്പം കൂടി പുരോഗതി നേടിയവനാണ്. യോഗി യുഞ്ജീത സതതം ആത്മാനം രഹസി സ്ഥിതഃ ഏകാകി യത ചിത്താത്മാ നിരാശീരപരിഗ്രഹഃ. ഒരതീന്ദ്രിയ ജ്ഞാനി എപ്പോഴും തന്റെ ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയെ പരമപുരുഷനുമായുള്ള ബന്ധത്തിൽ ഏർപ്പെടുത്തണം. വിജനസ്ഥലത്തൊറ്റയ്ക്ക് താമസിക്കുകയും മനസ്സിനെ ശ്രദ്ധയോടെ നിയന്ത്രിക്കുകയും വേണം. അയാൾക്ക് യാതൊന്നിലും ആശയോ മമതയോ തോന്നരുത്. ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനമാത്മനഃ നാത്യുച്ഛ്രിതം നാതിനീചം ചൈലാജിന കുശോത്തരം. തത്രൈകാഗ്രം മനഃ കൃത്വാ യത ചിത്തേന്ദ്രിയക്രിയഃ ഉപവിശ്യാസനേ യുഞ്ജ്യാദ്യോഗമാത്മവിശുദ്ധയേ. യോഗ പരിശീലനത്തിനുദ്ദേശിക്കുന്നവർ ഒരു വിജന സ്ഥലത്ത് പോയി നിലത്ത് കുശപ്പുല്ല് വിരിച്ച് അതിനു മീതെ മാൻതോലും വസ്ത്രവും വിരിക്കണം. ഇരിപ്പിടം അത്യുന്നതമോ ഏറെ താഴ്ന്നതോ ആകരുത്. പരിസരം വിശുദ്ധമായിരിക്കണം. യോഗി ഈ ആസനത്തിൽ ഉറച്ചിരുന്ന് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് ഏകാഗ്രചിത്തനായി ആത്മശുദ്ധീകരണത്തിനു വേണ്ടി യോഗമനുഷ്ഠിക്കണം. സമം കായശിരോഗ്രീവം ധാരയന്നചലം സ്ഥിരഃ സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശശ്ചാനവലോകയൻ പ്രശാന്താത്മാ വിഗതഭീഃ ബ്രഹ്മചാരിവ്രതേ സ്ഥിതഃ മനസ്സംയമ്യമച്ചിത്തോ യുക്ത ആസീത മത്പരഃ. തന്റെ ശരീരവും കഴുത്തും ഋജുരേഖയിൽ നിർത്തിക്കൊണ്ട് യോഗി നാസാഗ്രത്തിൽ ദൃഷ്ടിയൂന്നണം. സ്വസ്ഥവും നിയന്ത്രിതവുമായ മനസ്സോടെ നിർഭയനായി ബ്രഹ്മചര്യാനിഷ്ഠനായി സുഹൃദയസ്ഥനായ എന്നെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് ഗ്രഹിച്ച്
ധ്യാനിക്കണം. യുഞ്ജന്നേവം സദാത്മാനം യോഗി നിയതമാനസഃ ശാന്തിം നിർവാണ പരമാ മത്സംസ്ഥാം അധിഗച്ഛതി. ഇങ്ങനെ മനസ്സ്, ശരീരം, പ്രവർത്തനങ്ങൾ എന്നിവകളെ നിരന്തരം ചൊൽപ്പടിയിൽ നിർത്തിക്കൊണ്ട് ആത്മനിയന്ത്രണം സാധിച്ച അതീന്ദ്രിയ ജ്ഞാനി ഭൗതിക ജീവിതത്തെ അതിക്രമിച്ച് ദൈവസാമ്രാജ്യം പൂകുന്നു.